ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. ഇത് കണ്ടപ്പോ എനിക്ക് എന്ത് ഓർമ്മ വന്നറിയോ ഗൈസ്? പണ്ട് ജോക്കില്ലേ, കീരി എടുത്ത് വെള്ളത്തിൽ ചാടാൻ പോകാതെ ചാടാൻ ചേർന്നിട്ട് പറയാ, ഇങ്ങനെ പറയൂലേ, ജോക്കി ചാടി രക്ഷിക്കും. പിന്നെ എനിക്ക് ചാടാൻ അറിയത്തില്ല, അപ്പോഴാണ് ഇനി അവനെ രക്ഷിക്കണേ. എനിക്ക് സത്യം അതാണ് ഓർമ്മ വന്നത്. ഇവ ചാടിയപ്പോ Me picking a random fight thinking my friend has got my back. Same guy flirting with the random girls. ഇത് ഇന്നലെ ഞാൻ എവിടെ കണ്ടല്ലോ? ഇന്നലെ എന്തോ കേട്ടോ, ഇന്നലെയാണോ എവിടെ കണ്ടത്? രായൻ അവിടെ വള്ളി ഇവിടെ തൊണ്ട കീറി സംസാരിക്കണ രായൻ കേട്ടാ. നിന്നെ കൊല്ലോടാ, വലിച്ചു കീറോടാ, ഇവിടെ 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 ഒലിപ്പീര്. അത് അങ്ങനെ ഒരുത്തൻ കഷ്ടം തന്നെ. ഫ്രണ്ട്സ് ഗെയിം ടുഗദർ സേഫ്. Nobody. Me and Naomi calling after a long time. സത്യം. അയ്യോ. When dad shows his old photos. ഇതൊക്കെ പിന്നെയും മെനയുണ്ട്. എന്റെയൊക്കെ പഴയ ഫോട്ടോ കാണണം എന്റെ കളിയാ. വെന്നിയുടെ കിടിലനാട്ടാ. വീഡിയോ ഗെയിംസ് മേക്സ് യു വയലന്റ്, meanwhile game was. മണലിരുന്ന് നിരക്കണ്. അതൊക്കെ അത്ര വലിയ ചരിഞ്ഞ വെച്ചോണ്ട് മണ്ണിന്ന് എഴഞ്ഞു പോണം. ആ തറയിൽ കൂടെ കഴിഞ്ഞത് ഞാനാട്ടാ. അയ്യോ ഇത് വിഷയമാണ്. ഞങ്ങള് ലൈവിന് പോയപ്പോ പാമ്പ് വന്നു എന്നെ വലിച്ചോണ്ട് കിടക്കുന്നത്. അമ്മച്ചി അണ്ണാ പേ Can you come to my home and meet me? എടാ നിന്റെ അഡ്രസ്സ് ഡെൽറ്റയ്ക്ക് അയച്ചു കൊടുക്ക്. ഞാൻ എപ്പോഴേക്കില്ല, ഞാൻ ഇപ്പോഴേക്കും പറയണില്ല, ഇപ്പോഴൊക്കെ കുറച്ച് തിരക്കില്ല. ഞാൻ ഒരു ദിവസം നിന്റെ വീട്ടിലോട്ട് വരാം, ഉറപ്പായിട്ട് വരാം. അഡ്രസ്സ് ഡെൽറ്റയ്ക്ക് ഒന്ന് അയച്ചു കൊടുക്ക്. കിടലൻ കേട്ടോ, ഇത് കിടലൻ. ഇത് കാസ്ട്രോ കോപ്പി അല്ലേ ബ്രോ? കാസ്ട്രോ എന്നല്ല, ഇപ്പം ഞാനെന്നല്ല, ഓരോരുത്തർക്കും ഓരോ ആൾക്കാരെ ഇഷ്ടം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഇപ്പം ഞാനിപ്പോൾ എന്തെങ്കിലും ചെയ്തിട്ടാണോ എന്നെ ഇഷ്ടപ്പെടുന്നതെന്ന് അറിയില്ല. എല്ലാവർക്കും
കുറെ പിള്ളേരല്ല, ഇതൊക്കെ കൊച്ചുകുട്ടികളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ കൊച്ചുകുട്ടികളായിരിക്കും, അല്ലെങ്കിൽ അത്യാവശ്യം നമ്മളെ കാണണമെന്നും സംസാരിക്കണമെന്നും ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. അവരങ്ങനെയാണ്. ലൈക്ക് അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല. ഓരോരുത്തരുടെ സ്വഭാവമാണ്, അല്ലെ ഓരോരുത്തരുടെ ഇതാണ്. ചില ആൾക്കാരെ ഭയങ്കര ഓരോരുത്തർ ഇഷ്ടപ്പെടുന്ന എന്താണെന്ന് നമുക്ക് ചോദിക്കുമ്പം ഭയങ്കര ഇതായിരിക്കും നമുക്ക് തന്നെ. ഈ പുള്ളി എന്തിനാണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം? പക്ഷെ ചെറിയ കാര്യങ്ങളായിരിക്കും ഒരാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ ആ ഒരു പുള്ളിയെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ളത്. ചിലപ്പം എൻ്റെ കഴിവെന്ന് പറഞ്ഞില്ല, എന്നാലും പറയാം, എന്നെ അവന് അത്ര ഇഷ്ടമായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ പറയണം. അതിപ്പം എനിക്കാണേലും കാസ്ട്രോയ്ക്കാണേലും ബാക്കി ഏത് ക്രിയേറ്ററിനാണേലും അങ്ങനത്തെ മെസ്സേജുകളൊക്കെ ഒരുപാട് വരും. ഉറപ്പായിട്ടും വരും. അതിൽ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ നമ്മൾ അവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്കത് ഭയങ്കര കാര്യമായിരിക്കും. സീരിയസ്ലി ഭയങ്കര കാര്യമായിരിക്കും. എനിക്ക് പല കാര്യങ്ങളിലും തോന്നിയിട്ടുണ്ട്. ഇറ്റ്സ് ബീങ് ലാസ്റ്റ് 3 years. ഫസ്റ്റ് ടൈമാണ് UAE വന്നപ്പോൾ കാണാൻ ട്രൈ ചെയ്ത് നടന്നില്ല. സെക്കൻഡ് ടൈം വന്നപ്പോൾ കണ്ടു. ഒരുപാട് സന്തോഷം. PUBG ബാൻ മുമ്പേ ഒരു വെബ്സൈറ്റ് ചെയ്തു, അത് കാണിക്കാൻ പറ്റിയില്ല. ഇനി മെർച്ചൻഡൈസ് ഡിസൈൻ ഉണ്ട്, കമ്മിങ് വീക്സിൽ അയച്ചു തരാൻ. മീൻസ് എ ലോട്ട്. നമ്മുടെ മെർച്ച് ഡിസൈൻ ചെയ്യുന്ന പുള്ളിയാണ് സെറിൻ ബ്രോ. ചില സ്വപ്നങ്ങളുണ്ടല്ലോ ഭയങ്കര ചെറുതായിരിക്കും. ഒരാളെ കാണുകയോ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുകയോ, പക്ഷേ കാത്തിരുന്ന് കിട്ടുന്ന അല്ലെങ്കിൽ കാത്തിരുന്ന് ഫുൾഫിലാവുന്ന സ്വപ്നങ്ങളുണ്ടല്ലോ. ഇത് ഞാനിപ്പോ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ പോലെ കൊച്ചു കുട്ടിയൊന്നല്ല കേട്ടോ. പുള്ളി അവിടെ വർക്ക് ചെയ്യണ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരാളാണ്. ഞാൻ സത്യം പറഞ്ഞ അവിടെ ബ്ലൈൻഡിന്റെ ഒക്കെ വെബ്സൈറ്റ് ഒക്കെ ചെയ്തതും പുള്ളിയാണ്. ഇത്രയും വലിയൊരാളായിട്ട് പോലും ലൈക്ക് അങ്ങനത്തെ ഒരു ഇതായിട്ടുള്ള ആൾക്കാർ വരെ നമ്മളെ അത്രയ്ക്കും കാര്യമായിട്ട് കാണുന്നുണ്ടെന്നുള്ളതിൽ ഭയങ്കര സന്തോഷമാണ്. ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നായിരുന്നു എന്നെ വന്ന് നേരിട്ട് കണ്ടു പുള്ളി. എനിക്കൊരു ടീഷർട്ട് തന്നു. അതെ, എന്റെ ഞാനും കിറ്റിയും കൂടെ ഉള്ള അതിന് ഫ്രണ്ടിൽ ഞാനും കിറ്റിയും, പക്ഷെ ബാക്കിൽ തക്കിടുവാ അതോലോകം എന്ന് പറഞ്ഞ ടീഷർട്ട് തന്നു. മെർച്ചൻഡൈസ് വെബ്സൈറ്റിനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നു. വേഗം റെഡിയാക്കി തരണം. എടാ നീ അതൊക്കെ വിട്ടിട്ടെ, നിനക്ക് എന്തെങ്കിലും ഒരു പരിപാടി നിന്റെ ഉള്ളിൽ കാണും. നീ അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് നീ അത് ഞാൻ ഇപ്പോഴും അതിനെ ആലോചിച്ചാണ് നടക്കുന്നത്. എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കിതുവരെ എന്റെ കഴിവ് മനസ്സിലാക്കാൻ പറ്റില്ല. ഇതൊന്നല്ല എന്റെ കഴിവ് ഇവിടെ ഒളിഞ്ഞിരിപ്പുണ്ട്. അതേപോലെ അന്ന് അവരും പറഞ്ഞ് കുറെ പേര് അതിനകത്ത് വന്ന് പുള്ളിയെടുത്ത് പുള്ളിക്ക് കുറെ പേര് മെസ്സേജ് അയക്കാറുണ്ടെന്ന്, ലൈക്ക് ഫോട്ടോ ഇടുമ്പോ ടിൻ ബ്രദറിനെ പോലെയാണെന്ന്. പാവയെന്നങ്ങളെ വിളിച്ച തുപ്പുന്നോ? അപ്പൊ അടുത്ത ട്രോളുള്ളതാ കേട്ടാ. വാവേന്ന് വിളിച്ചാ തുപ്പോന്ന് പറഞ്ഞോളാണ് ഇപ്പൊ വാവേന്ന് വിളിക്കുമ്പോ വിളി കേട്ട് നടക്കണേ. കല്യാണം കഴിച്ചു കഴിയുമ്പോ കിട്ടുന്ന പെണ്ണ് കീറിയ പാന്റുകൾ മാത്രം തെരഞ്ഞെടുത്തിരിക്കുകയും കാശ് കളയുന്നവരായിരിക്കും. വന്നില്ലേ? അത് പറയാനാണ്. ഒരു മിനിറ്റ്, ആ കാറിന് ഈ കാറല്ല, ആ കാറ് അമ്പു അമ്പു എടാ ഞാൻ എലി കേട്ടെ. പോയിട്ടാ ഓ ഇത് മറ്റേ പറക്കും കാറാണല്ലേ? കത്തിച്ചങ്ങ് ഇട്ടിരിക്കാം. വാ ഈ വണ്ടിക്ക് എന്തിനു പറ്റി? ഓക്കെ, ഇവര് വാമന് ഇതൊക്കെയാ സന്തോഷം. അവൻ അങ്ങനെ ഒരു സന്തോഷമാണ്. വാലറിന്റെ റാങ്ക് എത്രയാ? ഞാൻ അസെൻഡന്റ് 1 ബ്രോ. അസെൻഡന്റ് റെയ്ന. അത് നോക്ക്.
5 നിരന്ന് നിക്കണ്. എന്റെ ഏതാ അവസ്ഥ? അയ്യോ ഫുള്ള് കാണു ബ്രോ. ബാക്കിയുണ്ടെന്നോ? മനസ്സിലുള്ള വൈരാഗ്യമൊക്കെ ഇട്ട് നീട്ടി അത് വെച്ചിങ്ങനെ പണി കൊടുത്ത് ഇങ്ങനെ കത്ത് കിടക്കുന്ന കാണുമ്പോ സന്തോഷം ഉണ്ടല്ലോ. അതാ ഞാനും പറഞ്ഞ അവന്റെ സന്തോഷം അതാണ്. കിട്ടിയോ അപ്പൊ അമലിയ കണ്ടോ അമ്മു ചോദിച്ചപ്പോ പറഞ്ഞല്ലേ അറിയാത്ത ആരെങ്കിലും ഉണ്ടോ? ആ കുട്ടീനെ എനിക്ക് അറിയുന്നത്, അതുകൊണ്ട് സൗണ്ട് മനസ്സിലായി. ഈ സിറ്റിയിൽ അറിയാത്ത ഏതെങ്കിലും പെണ്ണുണ്ട് പറ. പിന്നെ എനിക്ക് ഞാൻ പണ്ടത്തെ പോലെ ഇപ്പൊ ഡാറ്റാബേസ് അപ്ഡേറ്റ് ചെയ്യാറൊന്നുമില്ല. ഈ ആ നിൽക്കുന്ന പെണ്ണേതാ? ഇത് 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 കൊറേ ഉണ്ടല്ലോ. ഡീകോഡിങ്. ഈ ആണ് നേണേ. ഇതാണ് അമിലിയ. കണ്ടോ തിരികെ എന്നിട്ട് കണ്ടുപിടിച്ചു. കണ്ടോ എനിക്ക് അപ്പഴേ അറിയുന്നേ. അത് അതില് അത് മുടി കണ്ടാ മനസ്സിലാവൂലേ? ആ അബിലിയുടെ ഒക്കെ അമലിയൊക്കെ മുടി. എനിക്കറിയാം മൊത്തം ഉടായിപ്പാ. ഇതുപോലെ ആയിരിക്കില്ലേ ഞാനിരുന്നത്. എനിക്കിത് കേൾക്കുമ്പോ ക്രിഞ്ചിട്ട് വന്നേട്ടാ. ഇതുപോലെ ആയിരിക്കും ഞാൻ മാമച്ചീന്ന് വിളിക്കുന്നത്. കാസ്ട്രോ ഡിസ്കൗണ്ടറിൽ ചെല്ലുമ്പോ കാസ്ട്രോ അയ്യേ ഇവൻ ഇത്ര ഷൊട്ടം പട്ടിയായിരുന്നു.